താങ്ക് യു. 28 ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഡെലിവറി വ്ളോഗാട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങളായി ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായത്. പിന്നെ ഇതൊക്കെ ആദ്യത്തെ കാണിക്കുന്ന ക്ലിപ്സൊക്കെ, പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെക്കപ്പിന് പോകുന്നില്ല, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഡെലിവറി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനൊന്നും നമുക്ക് പറ്റാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു ചമ്മലും കൊണ്ടോ ആൾക്കാരെ മുന്നേ നല്ല വീഡിയോ എടുക്കേണ്ടത് ആ ഒരു ഇതെല്ലാം കൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം ഉണ്ടാകുന്ന പിന്നെ രണ്ടാളും പിന്നെ ചിലപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരാറുണ്ട്. അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. എല്ലാ ടൈമിലും നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ 12 മണിയുടെ ടോക്കനെ വിളിച്ചു പറയും. കാരണം 12 മണി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കലാണ് പതിവ്. അപ്പോൾ ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാത്ത ഹോസ്പിറ്റൽ ചെക്കപ്പ് ഡേയ്സ് ഇല്ല. മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഹോസ്പിറ്റലിൽ വരാറുണ്ട്. കാരണം ഓരോരോ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ 15 ദിവസം കൂടുമ്പോൾ ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ അത് ലാസ്റ്റ് മന്ത്സാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരിത് എഴുതുന്നത്, അവർ ഡോക്ടർ എഴുതുന്നത്. അതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് പോവുക. ഞാൻ മാത്രമല്ല, ഏകദേശം ഞാൻ ചോദിച്ചറിഞ്ഞതിൽ കുറേ ആൾക്കാർ ഇതുപോലെ തന്നെയാണ്, എന്നെ പോലെ തന്നെയാണ്. പിന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയാൽ ഷോപ്പിങ്ങും അതൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിലെത്താറുള്ളൂ. അപ്പോൾ അധികം വീഡിയോസൊന്നും കാണിച്ച് വെറുപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി വ്ളോഗിലേക്ക് പോകാം. 28 തീയതി ജനുവരി 28-ന് ഏകദേശം 4 മണി ആ ഒരു ടൈമിൽ നമ്മളിവിടെ അഡ്മിറ്റായി. എനിക്ക് പിന്നെ രാവിലെ മുതലേ ചെറിയൊരു പെയിൻ ഉണ്ടായിന്. അങ്ങനെ അഡ്മിറ്റായി. ഇപ്പം റൂം ഇതാട്ടോ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കാനും പറ്റിയിട്ട. അപ്പോൾ പാറു കേട്ടോ, പിന്നെ അവർ വന്നതിന് ശേഷം പാറു വീഡിയോ എടുത്ത് തന്നെയാണ്. എന്താ പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡെലിവറി വ്ളോഗ് എന്തായാലും ചെയ്യണമെന്ന്. ഒന്നല്ല എന്തി ഹൈമേച്ചിക്ക് പെയിനെല്ലാം വന്നിരിക്കുന്നു. പെയിൻ കുറച്ചായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്ഡേഷൻ അപ്പം അറിയിക്കുന്നതായിരിക്കും. എല്ലാ പെണ്ണിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം, അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും ഭർത്താവ് കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് എൻ്റെ ലേബർ റൂമിൽ എൻ്റെ ധനുചേട്ടൻ ഉണ്ടാവണമെന്ന്. പക്ഷേ ലേബർ റൂമിലേക്ക് വരാനില്ല ഇത് എൻ്റെ ഓന് ധൈര്യം എൻ്റെ ഓനില്ല കേട്ടോ. ബോധം കെടുത്തി പോകുന്ന നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നല്ല പെയിൻ വരാൻ തുടങ്ങി കേട്ടോ, നല്ല പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ നേഴ്സ് വന്നു ആ ടൈമിൽ. ഭയങ്കരമായിട്ട് എനിക്ക് നടക്കാൻ വരെ പറ്റുന്നുണ്ടായിട്ടാ. അപ്പോൾ അവർ വീൽ ചെയറും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഞാൻ വീൽ ചെയറിലാട്ടോ പോയത്. നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ പ്രസവിക്കുമോ അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീൽ ചെയറെല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് വീൽ ചെയറിൽ അവർ വേഗം തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഈ വീഡിയോസ് എല്ലാം പ്രസവിച്ചതിന് ശേഷം ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ 2 പ്രഗ്നൻസിയുടെ ടൈമിലും എനിക്ക് ഡെലിവറി വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്ര സന്തോഷം ഉണ്ടായിട്ട്. എന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിലേക്ക് എനിക്ക് കാണാനും എൻ്റെ മക്കൾക്ക് കാണാനും എന്നെ നമ്മളെ പ്രസവം അതെല്ലാം മക്കൾക്ക് കാണാനെല്ലാം ഒരവസരം ഉണ്ടാവട്ടീനും. പക്ഷേ ഇതിപ്പോൾ ഇളയ കുഞ്ഞിക്ക് കാണാൻ പറ്റും, കാരണം അവൻ്റെയിലാണല്ലോ ഫുള്ള് വീഡിയോയിൽ എടുത്തത്. അപ്പോൾ എല്ലാവരും ലേബർ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്ത് കുഞ്ഞാവുമെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നമുക്കറിയാം എന്ത് കുഞ്ഞെന്ന്, കാരണം നമ്മൾ മുമ്പത്തെ റിപ്പോർട്ട്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബേബി ബോയ് എന്ന് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിന്. താങ്ക് യു. പുതിയ വേൾഡിലേക്ക് പുതിയ കുഞ്ഞ് വന്നിട്ടുണ്ട്. ബേബി ബോയ് ആണ്. വിഷിംഗ് ബെസ്റ്റ് ഇൻ ലൈഫ്, ഹാപ്പി ഹെൽത്തി ലൈഫ്. താങ്ക് യു. അങ്ങനെ എൻ്റെ പ്രസവമെല്ലാം സുഖകരമായിട്ട് തന്നെ നടന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിലത്തെ എല്ലാ സ്റ്റാഫിനും നന്ദിയുണ്ട്. പിന്നെ കുഞ്ഞുവാവേനെ കണ്ടോയെന്ന് അറിയില്ല, പിന്നെ ഫോൺ ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കും. 3 ആൺകുട്ടികളുടെ അമ്മയും അച്ഛനായിരിക്കും അത്, ഞാനും ടെൻഷനും. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ അങ്ങനെ വിചാരിച്ചത് 3ാമത്തതും ആൺകുട്ടി തന്നെയാണെന്ന് വിചാരിച്ചതിന് ഒരുപാട് സന്തോഷം.
കുഞ്ഞുവാവേനെ ആയിട്ടോ ഫസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. കാരണം എനിക്ക് പിന്നെ ഗ്ലൂക്കോസും അതൊന്നും കുത്തിച്ചിട്ടുണ്ടായിന്. അപ്പം 3 മണിക്കൂറിന് ശേഷമാണ് എന്നെ വിട്ടത്. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ കുഞ്ഞിനെ അവർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇങ്കുരുവിൻ്റെ എക്സ്പ്രഷൻ പിന്നെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവനെ അറിയാം, പക്ഷേ കുഞ്ഞുവാവ പുറത്ത് വന്നതിന് ശേഷമുള്ള എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ്. കുറച്ച് ദിവസം പിന്നെ കുഞ്ഞവരുടെ അടുത്ത് നിന്നിട്ടേ ഇല്ല. അതിന് ശേഷമാണ് പിന്നെ കുഞ്ഞവരുടെ അടുത്ത് നിന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു നടത്താണ്, ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു നടത്താണ് എൻ്റെത്. ഇത് പിന്നെ ആ ഒരു പെയിൻ എന്തായാലും അറിയാം ഡെലിവറി കഴിഞ്ഞവർക്ക്, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക്. അപ്പോൾ ആ പെയിനെല്ലാം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഇങ്കുരു കുഞ്ഞാവക്ക് ഉമ്മയെല്ലാം കൊടുത്തു. ദേവൂട്ടന് ഭയങ്കര സന്തോഷമാണ്. എന്താ പറഞ്ഞാൽ ആണുകുഞ്ഞിനെ തന്നെ കിട്ടി. അവന് ഭയങ്കര ഇഷ്ടമാണ് ആണുകുഞ്ഞിനെ. അപ്പോൾ ഇനിയും അമ്മ പ്രസവിക്കുന്നെങ്കിൽ ആണുകുഞ്ഞിനെ തന്നെ പ്രസവിച്ചാൽ മതി എന്നാണ് നമ്മളെ ദേവൂട്ടൻ പറയുന്നത്. അപ്പം ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ഡെലിവറിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സ്റ്റാഫിനെ. അതുപോലെ തന്നെ 3ാമത്തെ ഡെലിവറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് ഈ ഹോസ്പിറ്റൽ, പിന്നെ ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിന് നല്ല അനുഭവം തന്നെയാണ് ഇവിടുന്ന് ഉണ്ടായത്. പിന്നെ കുഞ്ഞുവാവേനെ എൻ്റെ ഫസ്റ്റ് മുതലേ കാണിക്കാത്തതെന്നുള്ള പറഞ്ഞിട്ട് പിന്നെ കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. പിന്നെ അപ്പോൾ കുഞ്ഞുവാവേനെ അമ്മ ഇങ്ങനെ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കിയാലേ കുഞ്ഞുവാവ നല്ല വാങ്ങ് ഉറങ്ങുമെന്ന് വെച്ചിട്ട് നല്ല വാങ്ങ് പൊതിഞ്ഞിട്ട് കെട്ടിയാണ്. അപ്പം അന്ന് നമ്മളെ പാറും നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നിന്നത്. അവളും കുറേ ഉറക്കം കഴിഞ്ഞിട്ട് നിന്നു. പിന്നെ എൻ്റെ ഏകദേശം വീഡിയോസും അവൾ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ പാറു ടയേർഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ വൈകിയാണ് കേട്ടോ അന്ന് നമ്മൾ ഉറങ്ങാൻ. എന്നെ കൊണ്ടുവരുമ്പോൾ 1 മണി ആ ഒരു ടൈമായിന്. 3 മണിക്കൂറിന് ശേഷമാണ് പ്രസവം കഴിഞ്ഞിട്ട് 3 മണിക്കൂറിന് കഴിഞ്ഞിട്ടാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ കുഞ്ഞുവാവനെ ഇങ്ങനെ തേട്ടിപ്പിക്കുന്നതാണ്. പാൽ കൊടുത്തിട്ട് ഇങ്ങനെ തേട്ടിപ്പിക്കല്ലേ, അങ്ങനെ തേട്ടിപ്പിക്കുന്നതാണ്. എനിക്ക് ഇവിടുത്തെ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ത് സപ്പോർട്ടീവാണ് കേട്ടോ, നല്ല സപ്പോർട്ടീവാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്നും റഫായിട്ടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യില്ല, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രസവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത് ഇവിടുത്തെ ലീല സിസ്റ്ററെയാണ്. അപ്പോൾ ലീല സിസ്റ്റർ ഉണ്ടായിട്ടാണ്. ലീല സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ പ്രസവിക്കാൻ വരുന്നെന്ന് വിളിച്ചു പറയണമെന്ന്, പക്ഷെ നമ്പറൊന്നും ഉണ്ടായിട്ടാ. പിന്നെ അവരെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ സ്റ്റാഫിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്റ്റാഫ്. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീച്ചു, കുളിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സുമാർ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിനുള്ള മരുന്നെല്ലാം വെച്ചിരുന്നത്. പിന്നെ അതുകൊണ്ട് വേഗം കുളിച്ചു, ചായയെല്ലാം കുടിച്ചു. എന്നിട്ട് അവർ വന്നു, പിന്നെ മരുന്നെല്ലാം വെച്ച് തന്നു. പിന്നെ ഇപ്പോൾ കുഞ്ഞാവ ഇപ്പം നല്ല ഉറക്കമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ദേവൂട്ടൻ ഉണ്ടായിന് ഹോസ്പിറ്റലിൽ, പിന്നെ രാത്രിയെല്ലാം. പിന്നെ പിറ്റേ ദിവസം 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസമൊന്നും പിന്നെ ദേവൂട്ടൻ നമ്മളൊക്കെ ഉണ്ടായിട്ട് അതെന്താണ് വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് ഉണ്ടായതാണ്. പിന്നെ അപ്പോൾ ഇങ്കുരു മാത്രമേ പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടു. പിറ്റേ ദിവസം നമ്മൾ ദേവൂട്ടം വന്നിട്ട് കുഞ്ഞാവരുടെ അടുത്തുനിന്ന് മാറുന്നില്ല. കുഞ്ഞാവ കരയുമ്പോഴും തിരിയുമ്പോഴും മറിയുമ്പോഴെല്ലാം പിന്നെ ദേവൂട്ടന് ഭയങ്കര ഇതാണ്. കുഞ്ഞാവ എനിക്ക് നമ്മെ കുഞ്ഞാവ പിന്നെ കരയുന്നമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുഞ്ഞാവരുടെ അടുത്ത് തന്നെയാണ്. പിന്നെ നേഴ്സ് വന്നിട്ട് കുഞ്ഞാവനെ അങ്ങനെ ക്ലീൻ ചെയ്യുകയാണ്. കുഞ്ഞാവയുടെ ഇങ്ങനെ കണ്ണ് അതിലും തോർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ഡേ ആണെന്ന്. അപ്പോൾ
ഡിസ്ചാർജ് ഡേൻ്റെ അന്ന് പിന്നെ കുഞ്ഞാവരെ പിന്നെ ജനന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയെല്ലാം പൂരിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവരെ പേര് ഞാൻ നല്ല റിവീൽ ചെയ്യാം കേട്ടോ. കുഞ്ഞാവക്ക് പേര് ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ ആൺകുട്ടിന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ പേര് കണ്ടുപിടിച്ചു. അപ്പോൾ അതിലൊന്നാണ് ഇട്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറയാം. ഇന്ന് ഈ വീഡിയോയിൽ പറയില്ല, വേറൊരു വീഡിയോയിൽ പറയാം പേരെന്തിന്. അങ്ങനെ ധനീഷേട്ടനെല്ലാം വന്നു, കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഡിസ്ചാർജായി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അങ്ങനെ എല്ലാവരോടും താറ്റയൊക്കെ പറഞ്ഞ് ഇപ്പോൾ രണ്ടാളെയും നേരെ കാണാൻ പറ്റിയിട്ടു കേട്ടോ. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി കുറേ വ്ളോഗ് വരാനുണ്ട്, അടുത്തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.